ജോയ്സ്, എങ്ങനെ വിലയിരുത്താം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തുടരുകയാണല്ലോ. അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാനും തിരിച്ച് അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. അതുപോലെ ഹൊർമൂസിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അമേരിക്ക ബ്ലോക്കേഡ് ശക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും റോബിൻ, ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് വീണ്ടും ദിവസങ്ങൾ കടക്കും തോറും, ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും വളരെ ശക്തമായിട്ട് യുദ്ധം ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ജൂലൈ 15 മുതൽ ഇറാന്റെ തുറമുഖങ്ങൾക്ക് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു ഓയിൽ ഷിപ്പിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് അമേരിക്ക തുടർച്ചയായി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയ ഒരു കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗാർഗ് ദ്വീപിലേക്കായിരുന്നു ആ കപ്പൽ കടക്കാൻ ശ്രമിച്ചത്. ഗാർഗ് ദ്വീപിൽ നിന്നും എണ്ണ, നമുക്കറിയാം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപും അവിടെ നിന്നുമാണ് ഈ എണ്ണ വ്യാപാരമൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇറാൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ദ്വീപിലേക്ക്, ആ ദ്വീപിന്റെ പ്രദേശത്തേക്ക്, ആ തുറമുഖത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കപ്പലാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും ആക്രമിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ജൂലൈ 15 മുതൽ ഇറാന്റെ തുറമുഖങ്ങൾക്ക് അമേരിക്ക ശക്തമായിട്ടുള്ള ഒരു ഉപരോധം, ഒരു നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഉപരോധത്തിന്റെ ഭാഗമായിട്ട് 20-ലധികം കപ്പലുകളും 100-ലധികം യുദ്ധവിമാനങ്ങളുമാണ് അമേരിക്ക ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. അതായത് ഈ ഹോർമൂസിലൂടെ ഇറാന്റെ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഉപരോധമുണ്ട്. ബാക്കി രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടന്നു പോകാമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്ക പറയുന്നത് യാതൊരുവിധ ഉപരോധമോ അല്ലെങ്കിൽ യാതൊരുവിധ ബ്ലോക്കോ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇല്ല. അത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, സുഗമമായിട്ട് പോകുന്നുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനും ഇറാന്റെ കപ്പലുകളെ തടയുന്നതിനും വേണ്ടിയിട്ട് അമേരിക്ക അവിടെ വിന്യസിച്ചിരിക്കുന്നത് 100 കണക്കിന് യുദ്ധവിമാനങ്ങളും അതുപോലെ 20-ലധികം യുദ്ധ കപ്പലുകളും ചെറിയ ബോട്ടുകളും ഒക്കെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് ഈ നമ്പറുകളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതൊരു അവകാശവാദമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇറാൻ പറയുന്നത് ഇറാന്റെ കൺട്രോളിൽ തന്നെയാണ് ഹോർമസ് ഉള്ളത്. അതിലെ ഒരു രാജ്യത്തിന്റെയും കപ്പലുകൾക്ക് കടന്നു പോകാൻ അവകാശമില്ല, അനുവാദമില്ല നിലവിൽ എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് അമേരിക്ക പൂർണ്ണമായിട്ടും പിന്മാറുന്നത് വരെ ഹോർമൂസിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ല. ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകും എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഈ കണക്കുകളുടെയൊക്കെ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. ശരിക്കും ഇതൊരു അവകാശവാദം മാത്രമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. അതുപോലെ ഈ ഇറാനിലെ സൈനിക ബാരക്കുകൾക്ക് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ 7 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെടുകയും 260-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുമുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ 35ഓളം പേര്, ടോട്ടൽ 35ഓളം പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാന്റെ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇറാൻ പുറത്തുവിടുന്ന രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 7 ഇറാനിയൻ സൈനികർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 300-ലധികം പേർക്ക് പരിക്കേറ്റു എന്നും അതുപോലെ 260-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും മാധ്യമങ്ങളിലൂടെ ആയാലും ശരി, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് ഭാഗികമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ കണക്കുകളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും 300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും 35ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതുമായിട്ട് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇറാന്റെ വടക്കൻ ഇറാൻ ഭാഗങ്ങളിലേക്ക് കൂടി അമേരിക്ക ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ,
അതുപോലെ ഭൂമിക്കടിയിലുള്ള ആണവ നിലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് എന്ന് പറയുന്ന ഏറ്റവും സുരക്ഷിതമായിട്ട് ഇറാൻ കരുതിയിരിക്കുന്ന അവിടെ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് എത്താൻ സാധിക്കില്ല എന്ന് പലതവണ അവകാശപ്പെടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആണവ നിലയങ്ങൾ പോലും ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് യുദ്ധം കടക്കുമെന്നാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വടക്കൻ ഇറാനിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യാക്രമണത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട്. വളരെ ശക്തമായി തന്നെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ഇറാൻ വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാന്റെ ഒരു പ്രതികാര നടപടിയിലേക്ക് ഇറാൻ കടക്കുന്നത്. ഒരു യാതൊരു വിധത്തിലുള്ള ചർച്ചയിലേക്കും തങ്ങളില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അമേരിക്കയും ഏകദേശം അതേ ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക പറയുന്നത് ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പോലും ഇറാൻ വീണ്ടും ആക്രമണവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇറാൻ ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിച്ചത് അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം ഉണ്ടായത്. അതുകൊണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഇത്. ചർച്ചകൾ നടത്തുന്നതും സമാധാനമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ സമാധാന ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നതും ഒക്കെ വെറും സമയനഷ്ടം മാത്രമാണ് എന്നാണ് അമേരിക്കയുടെ പക്ഷം. ഇറാൻ പറയുന്നത് അവസാന ശ്വാസം വരെ ചെറുത്തു നിൽക്കും, അവസാന മിസൈലും തീരുന്നത് വരെ, അവസാന ശ്വാസം വരെ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെയും തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജോർദാൻ പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും കനത്ത ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജോർദാന്റെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും അതുപോലെ സൈനിക താവളങ്ങളും ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള സൈനിക താവളങ്ങളിലും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ രാത്രിയൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചല്ല ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അത് സിവിലിയൻസ് താമസിക്കുന്ന ഏരിയയിലേക്കും പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാർ കൂടുതൽ താമസിക്കുന്ന ഏരിയ അതുപോലെ അമേരിക്കൻ കമ്പനികൾ കൂടുതലായിട്ടുള്ള ഏരിയയൊക്കെ കേന്ദ്രീകരിച്ചും ആക്രമണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആക്രമണം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു മധ്യസ്ഥതയിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തുവിട്ടത് 20% ഫീസ് ഈടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഹോർമുസിൽ നിന്നും 20% ഫീസ് ഈടാക്കാനുള്ള ഒരു തീരുമാനത്തിൽ നിന്നും താൻ പിന്നോട്ട് മാറുകയാണ്. അതിന് കാരണം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ്, ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങൾ ഇതിന് പിന്നിൽ വീണ്ടും വളരെ ശക്തമായി തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിൽ അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടന്നതെന്നോ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്നും ട്രംപ് പിന്മാറാനുണ്ടായ ആ ഒരു സാഹചര്യത്തിന് ഏതൊക്കെ രാജ്യങ്ങളാണ് മുൻകൈ എടുത്തതെന്നോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ അതിൽ ഉണ്ടായിട്ടുണ്ട്, GCC രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തുർക്കിയുടെ ഒരു കപ്പലിന് ഇറാന്റെ സമീപ പ്രദേശത്ത് വെച്ച് ആക്രമണം ഉണ്ടാവുകയല്ല, ഒരു അപകടം ഉണ്ടാവുകയും കപ്പൽ രണ്ടായി പിളർന്ന് മുങ്ങുന്ന ഒരു കാഴ്ച ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, അതായത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇറാൻ എപ്പോഴോ വിന്യസിച്ചിരുന്ന മൈനുകളിൽ തട്ടി ഉണ്ടായ ഒരു അപകടമാകാനുള്ള ഒരു സാധ്യത മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പുറത്ത് വരേണ്ടതുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറാകുന്നില്ല.
പക്ഷേ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ സജീവമാകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു എന്നാണ്. അതായത് ഇറാന്റെ പിന്തുണയിൽ നിൽക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഹിസ്ബുള്ള ആയാലും ഹൂതികളായാലും ശരി, ഹൂതികൾ ചെങ്കടലടയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹിസ്ബുള്ള വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ സജീവമാകുന്നു എന്നുള്ളതും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അത് നമുക്ക് അറിയാം, ഇറാൻ ഓൾറെഡി ഒരു യുദ്ധത്തിലാണ്. ഇറാന്റെ മിസൈൽ ശേഖരവും ഡ്രോൺ ശേഖരവും ഒക്കെ ഈ യുദ്ധത്തിനായിട്ട് അവിടെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഫണ്ടിങ് അല്ലെങ്കിൽ ആയുധമൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ യുദ്ധത്തിന് തയ്യാറാകുന്നു. അവർ മറ്റേതെങ്കിലും തരത്തിലൂടെ ഈ ആയുധങ്ങൾ എത്തിക്കുന്നതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഫണ്ടിങ് കണ്ടെത്തുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്വയം പര്യാപ്തത കണ്ടെത്തിയതാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും യുദ്ധം വളരെ ശക്തമായി തന്നെ കനത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒന്നും ഒരു പരിഹാരം കാണാനുള്ള ഒരു സാധ്യത നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് എല്ലാ രാജ്യങ്ങളെയും വളരെ ഗുരുതരമായി തന്നെ ബാധിക്കും. ലോകത്തെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും, തള്ളിവിടുമെന്ന് സംശയമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. യുദ്ധത്തിന്റെ ഗതി മാറാനുള്ള സാധ്യതയുണ്ടോ? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, എങ്ങനെ വിലയിരുത്താം? തീർച്ചയായിട്ടും ഇപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, അതും ഒരു പ്രധാന വിഷയമാണ്. നമുക്കറിയാം, ഈ യുദ്ധം ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ആ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതുപോലെ ഒരു കൂടിക്കാഴ്ച ഫെബ്രുവരി 28-ന് മുൻപ് നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക്, ഒരു സംയുക്ത ആക്രമണത്തിലേക്കുള്ള ഒരു പ്ലാൻ തയ്യാറായത്, അല്ലെങ്കിൽ അതിനായിട്ട് ഒരു തയ്യാറെടുപ്പ് പൂർത്തിയായത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെ തുടർന്നാണ്, അതിനുശേഷമാണ് ഇറാനിലേക്കുള്ള ഒരു സംയുക്ത ആക്രമണം തുടങ്ങി വെച്ചത്. അത് ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം, ഇപ്പോൾ വീണ്ടും ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ നേരിട്ട് ഈ യുദ്ധത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു പങ്കാളിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായിട്ടായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു യുദ്ധത്തിൽ പങ്കാളിയാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഹോർമൂസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഇറാനിൽ നിന്നും പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയോ അല്ലാതെയോ ഉള്ള ഭീഷണി ഇസ്രായേലിന് ഒഴിവാക്കുന്നത് ഏത് തരത്തിൽ ഒഴിവാക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇനി ഒരു ചർച്ചാ വിഷയമാക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി പലതവണയായിട്ട്, ഇപ്പോൾ ഈ വെടിനിർത്തൽ നിലവിൽ വന്ന ആ ഒരു സമയത്താണെങ്കിൽ പോലും പലതവണയായിട്ട് പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതായത് ഇറാനിൽ നിന്നും, ഈ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാനിൽ നിന്നും ഏത് നിമിഷവും ഇസ്രായേലിന് ഒരു ഭീഷണി ഉയരാനുള്ള സാധ്യതയുണ്ട്. ഏത് നിമിഷവും ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രോക്സി ഗ്രൂപ്പുകളെ മുൻനിർത്തിയാണ് എങ്കിൽ പോലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. ഹമാസ് ഒക്ടോബർ 7-ന് തുടങ്ങി വെച്ച, അല്ലെങ്കിൽ ഹമാസ് ഒക്ടോബർ 7-ന് നടത്തിയ ആ ഒരു നരഹത്യ വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കുക, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണി ഇല്ലാതാക്കുക, ഇറാന്റെ യുറേനിയം നശിപ്പിക്കുക, അതുപോലുള്ള ആവശ്യങ്ങളുമായിട്ട് ഇദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അതൊക്കെ വകവയ്ക്കാതെയാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടന്നത്. ആ വെടിനിർത്തലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച, ഈ ഒരു സാഹചര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച, അത് വളരെ നിർണായകം തന്നെയാണ്. അതിനെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്തായിരിക്കും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലോകരാജ്യങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് നേതാക്കളുടെ ഒരു കൂടിക്കാഴ്ചയാണ്.
അത് ഇറാനിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യ മേഖലയിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. റോബി.